എൻ്റെ അമ്മയെ നിങ്ങളുടെ മുടി പൂർണ്ണമായി വളർച്ച മുരടിച്ചെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ഹെയർ സൊല്യൂഷൻ മതി കേട്ടോ. ചെമ്പരത്തിപ്പൂ വെറുതെ വാരിക്കളയരുതേ നിങ്ങൾ. ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്, വേഗം പറഞ്ഞു തീർക്കാൻ. എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ രാവിലെ കഞ്ഞി വെച്ച് ഒരു 10-11 മണിയായപ്പോഴാണ് ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയാണോ കഞ്ഞിവെള്ളം എടുത്തത് ആ അളവിൽ പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. നിങ്ങൾ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് പഴങ്കഞ്ഞി വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യണം. 1 ഗ്ലാസ് വെള്ളത്തിന് 2 ഗ്ലാസ് പച്ചവെള്ളം ആഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഹെയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉലുവ ഇട്ട വെള്ളവും എടുക്കാവുന്നതാണേ. നമ്മുടെ കഞ്ഞിവെള്ളം ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ സ്ട്രക്ചറിനെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കെൽപ്പ് നമ്മുടെ കഞ്ഞിവെള്ളത്തിനുണ്ട് കേട്ടോ. കൊറിയൻ സ്കിൻ കെയറിലായാലും അതുപോലെ തന്നെ ഹെയർ കെയറിലായാലും മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന ഈ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാവേ. ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തതേ. ഇനി നല്ലവണ്ണം തിളച്ച് വരട്ടെ. നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി താരൻ പൂർണ്ണമായും മാറാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാനും എല്ലാം വേണ്ടിയിട്ട് സഹായിക്കുന്ന കഞ്ഞിവെള്ളത്തിനെ പോലെ തന്നെ നമുക്ക് പ്രയോജനം നൽകുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ ഉലുവ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഹെയർ പാക്കായിട്ടോ അല്ലെങ്കിൽ ഹെയർ സൊല്യൂഷനായിട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളവും ഉലുവയും നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 4-5 ചെമ്പരത്തി പൂ ഇട്ട് കൊടുക്കാവേ. ഇതാ ഞാൻ ഇവിടെ വാടിയതും എടുത്തിട്ടുണ്ട്. ചെമ്പരത്തി പൂവായാലും അല്ലായാലും ഫ്രഷ് ചെമ്പരത്തി പൂവായാലും നമുക്ക് ഒരേ ഗുണം തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുറത്തേക്കൊക്കെ നമ്മുടെ ചെമ്പരത്തിയുടെ മൂട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ വാടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി വെച്ചിട്ട് ഉണക്കിയെടുത്താലും നല്ലതാണ്. അല്ലാതെ തൂത്ത് കളയരുത്. ഇതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ താരനൊക്കെ പൂർണ്ണമായി മാറാനും നമ്മുടെ മുടിയുടെ മൊത്തത്തിലൊരു ഘടന നിയന്ത്രിക്കാനും നമ്മുടെ ചെമ്പരത്തി പൂവിന് കഴിയും കേട്ടോ. ചെമ്പരത്തി പൂവിനും ചെമ്പരത്തി ഇലയ്ക്കും. ഇനി നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുവേ. നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ചായി വരും, ചെമ്പരത്തി പൂവിൻ്റെ കളറായി വരും കേട്ടോ. നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാവേ. അതിനുശേഷം അരിച്ചു മാറ്റാം. അപ്പോൾ നമ്മുടെ ഹെയർ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കുളിക്കുന്നതിനൊരു 10 മിനിറ്റ് മുന്നേ തണുത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ആഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നല്ല ഒരു റെഡിഷ് കളറായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ ചെയ്യുകയാണെങ്കിൽ, പച്ചവെള്ളവും ഉലുവയും കൂടെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കളറായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഈ ഒരു മാജിക്കൽ ഹെയർ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ.